കഴിഞ്ഞ ആഴ്ച ചെന്നൈയിലെ CPI സംസ്ഥാന ആസ്ഥാനമായ ബാലനിലത്തിൽ ഒത്തുകൂടിയ പ്രക്ഷോഭകർക്കിടയിൽ ശക്തമായൊരു തർക്കം നടക്കുകയുണ്ടായി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും അഴിമതിക്കുമെതിരെ ഡൽഹി ജന്തർ മന്ദറിൽ CJPയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബാലനിലത്തിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച സമരത്തിനിടയിലായിരുന്നു ഇത്. തുടർച്ചയായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പുകൾ ലഭിക്കുകയും ചെയ്തതോടെ CJP നേതൃത്വവും ഒരു വിഭാഗം പ്രതിഷേധക്കാരും സമരം വിജയകരമായി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഈ പിൻവാങ്ങലിനെ കടുത്ത വഞ്ചനയായാണ് തമിഴ്നാട്ടിലെ ഇടതുപക്ഷ വിദ്യാർത്ഥികളും അംബേദ്കറൈറ്റ് സംഘടനകളും പ്രാദേശിക കൂട്ടായ്മകളും കണ്ടത്. ഒരൊറ്റ വ്യക്തിയുടെ രാജി കൊണ്ട് മാത്രം പ്രവേശന പരീക്ഷയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നും നീറ്റ് പൂർണ്ണമായി റദ്ദാക്കുകയും വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആ പ്രതിഷേധക്കാരുടെ കൈകളിൽ ഉയർന്ന പ്ലക്കാർഡിൽ ഒരു ചിത്രം വ്യക്തമായി കാണാമായിരുന്നു. നീറ്റ് പരീക്ഷാ സംവിധാനത്തിനെതിരെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച അനിത എന്ന 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ദളിത് പെൺകുട്ടിയുടെ ചിത്രം. തമിഴ്നാട്ടിലെ അരിയലൂർ ജില്ലയിലെ കുഴുമൂർ എന്ന ഗ്രാമത്തിലാണ് അനിത ജനിക്കുന്നത്. വൈദ്യുതി കൃത്യമായി ലഭിക്കാത്ത, ശുചിമുറി സൗകര്യം പോലുമില്ലാത്ത ഒരു ചെറിയ വീട്. അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ചുമട്ട് തൊഴിലാളിയായ അച്ഛന്റെ തുച്ഛമായ വരുമാനത്തിൽ 4 സഹോദരങ്ങൾക്കൊപ്പമാണ് അനിത വളർന്നത്. എന്നാൽ അനിതക്ക് വലിയ ഒരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു ഡോക്ടർ ആവുക. തന്റെ ഗ്രാമത്തിൽ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട മനുഷ്യരെ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു ഡോക്ടർ. ആ ഒറ്റമുറി വീട്ടിലിരുന്ന് അവൾ അതിനുവേണ്ടി പഠിച്ചു, പരീക്ഷ എഴുതി. 12ാം ക്ലാസ് സംസ്ഥാന ബോർഡ് പരീക്ഷയിൽ അനിത 1200-ൽ 1176 മാർക്ക് നേടി. ഫിസിക്സിലും മാത്സിലും മുഴുവൻ മാർക്ക്. സ്വന്തം ജില്ലയിൽ തന്നെ അത്രയും ഉയർന്ന മാർക്ക് വാങ്ങിയ ഒരേയൊരു കുട്ടി അവളായിരുന്നു. തമിഴ്നാട്ടിലെ പഴയ പ്രവേശന മാനദണ്ഡ പ്രകാരം ഏതൊരു മെഡിക്കൽ കോളേജിലും അനിതയ്ക്ക് MBBS പ്രവേശനം ഉറപ്പ്. എന്നാൽ പെട്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഭേദഗതി ബിൽ 2016 നടപ്പിലാക്കുന്നത്. രാജ്യത്തെമ്പാടുമുള്ള മെഡിക്കൽ പ്രവേശനം നീറ്റ് എന്ന ഒറ്റ പരീക്ഷയുടെ കീഴിലായി. +2 പരീക്ഷയിൽ അവൾ നേടിയ 98% മാർക്കിനപ്പോൾ 0 വില. തമിഴ്നാട് നിയമസഭ ഐക്യകണ്ഠേന തമിഴ്നാട് അഡ്മിഷൻ ടു MBBS ആൻഡ് BDS കോഴ്സസ് ബിൽ 2017 പാസാക്കിക്കൊണ്ട് നീറ്റിൽ നിന്ന് തങ്ങൾക്ക് ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം തമിഴ്നാടിന്റെ സിലബസ് അല്ല നീറ്റിൻ്റേത്. അനിത നീറ്റ് പരീക്ഷ എഴുതിയെങ്കിലും 720-ൽ 86 മാർക്കേ നേടാൻ കഴിഞ്ഞുള്ളൂ. കാരണം NCERT സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളായിരുന്നു അതിൽ ഭൂരിഭാഗവും. അതിന് ലക്ഷങ്ങൾ നൽകി കോച്ചിങ് സെന്ററുകളിൽ പോകണം. അതിനു മാത്രം പണം അനിതയുടെ അച്ഛന്റെ കയ്യിൽ ഇല്ലായിരുന്നു. പക്ഷേ അനിത തളർന്നില്ല. ചെന്നൈയിൽ നിന്നും ഡൽഹിയിലേക്ക് അവൾ വണ്ടി കയറി. നീറ്റിനെതിരെ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. സിസ്റ്റം അവളുടെ അവസ്ഥ മനസ്സിലാക്കുമെന്ന് അവൾ പ്രത്യാശിച്ചു കാണണം. എന്നാൽ കോടതി ആ ഹർജി തള്ളിക്കളഞ്ഞു. വിധി വന്ന് 9ാം ദിവസം അനിത ആത്മഹത്യ ചെയ്തു. ഏറ്റവും വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചത്. അവളൊരു ഡോക്ടറായി ഈ സമൂഹത്തെ സേവിക്കുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നീറ്റ് അവളുടെ സ്വപ്നങ്ങളെ തകർത്തു കളഞ്ഞു. അനിതയുടെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണിവ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തു നിന്ന് ദളിത്, ബഹുജൻ, ഗ്രാമീണ പിന്നാക്ക വിദ്യാർത്ഥികളെ തന്ത്രപരമായി പുറന്തള്ളാൻ രൂപകൽപ്പന ചെയ്ത ഒരു സാമൂഹിക വിവേചന ഉപകരണമാണ് ഈ പരീക്ഷ എന്നാണ് പിന്നീട് വിമർശനങ്ങൾ വന്നത്. അനിതയുടെ മരണത്തോടെ തമിഴ്നാട് ഇത്തരം പോരാട്ടങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറി. വ്യത്യസ്ത പഠനാന്തരീക്ഷങ്ങളിൽ നിന്നും സാമ്പത്തിക പശ്ചാത്തലങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളെ ലക്ഷക്കണക്കിന് രൂപയുടെ കോച്ചിംഗ് മാഫിയക്ക് മുമ്പിൽ എറിഞ്ഞുകൊടുത്ത് ഒരൊറ്റ ചോദ്യാവലി കൊണ്ട് അളക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രീകൃത സമ്പ്രദായത്തിന്റെ വഞ്ചന. അനിതയുടെ ആത്മഹത്യ തമിഴ്നാട്ടിൽ വലിയ തോതിലുള്ള ജനരോഷത്തിനും പ്രക്ഷോഭങ്ങൾക്കും തിരികൊളുത്തി. നീറ്റ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. ചെന്നൈയിൽ മാത്രം 36-ലധികം കേന്ദ്രങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നീറ്റ് പരീക്ഷ എന്നാണോ റദ്ദാക്കുന്നത് അന്ന് മാത്രമേ അനിതയ്ക്ക് നീതി ലഭിക്കൂ എന്ന് പറഞ്ഞു. ഇന്ന് ഇന്ത്യയിലുടനീളം നീറ്റ് വിരുദ്ധ സമരത്തിന്റെ പ്രതീകമായി അനിത മാറിക്കഴിഞ്ഞു. തമിഴ്നാട് ഇന്നും സ്ക്രാപ്പ് നീറ്റിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുന്നു. ഭരണകൂടവും കേന്ദ്രീകൃത പരീക്ഷാ ഏജൻസികളും ചേർന്ന് നടത്തിയ സ്ഥാപനവൽക്കരിക്കപ്പെട്ട കൊലപാതകമായി അനിതയുടെ മരണം വിലയിരുത്തപ്പെട്ടു. MP ദയാനിധി മാരൻ, TR ബാലു, VCK അധ്യക്ഷൻ തൊൽ തിരുമാവളവൻ നീറ്റ് സമ്പൂർണ്ണമായി നിർത്തണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നു. ഈ കഴിഞ്ഞ CJP പ്രക്ഷോഭത്തിനിടയിൽ നാം ഇടയ്ക്കിടെ കേട്ട ഒരു കാര്യമായിരിക്കും ഈ പ്രക്ഷോഭത്തെ പൊളിറ്റിസൈസ് ചെയ്യല്ലേ, ഇത് തികച്ചും ഒരു എഡ്യൂക്കേഷണൽ ഇഷ്യൂ അല്ലേ എന്നുള്ളത്. എന്നാൽ വെറും ഒരു വിദ്യാഭ്യാസ പ്രശ്നം മാത്രമായിരുന്നു ഇത്. നീറ്റ് എന്ന പരീക്ഷാ സംവിധാനത്തിന്റെ ആദ്യ രക്തസാക്ഷി അനിതയുടേത് കേവലം ഒരു സിലബസ് പ്രശ്നം മൂലമുണ്ടായ ആത്മഹത്യ ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ സമൂഹത്തിൽ വേരൂന്നി നിൽക്കുന്ന ജാതീയതയുടെ പ്രതിഫലനമായിരുന്നു. ഇന്ത്യയിൽ ഇപ്പോഴും റിസർവേഷൻ, ഹടാവോ ആന്തോളൻ പോലുള്ള മുദ്രാവാക്യങ്ങളെ കണ്ണും പൂട്ടി ഏറ്റെടുക്കുന്നവർ ഒന്നോർക്കുക. മെറിറ്റ് എന്നത് കേവലം കഴിവിന്റെ മാത്രം ഫലമല്ല, അത് നിങ്ങൾക്ക് ജനനം യാദൃശ്ചികമായി സമ്മാനിച്ച സാമൂഹിക മേൽക്കോയ്മയുടെ ഉൽപ്പന്നം കൂടിയാണ്.